ഈശ്വമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം പൗലോസ് ഫിലിപ്പിയർക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 4-5 വാക്യങ്ങൾ. നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്ലാനുകൾ ഒന്നാണ് ആനന്ദം. ഈ ആനന്ദം അനുഭവിച്ചറിയുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നമ്മളെപ്പോഴും ആത്മീയ ആനന്ദത്തിൽ കഴിയണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് യേശു രക്ഷകനായി ഭൂമിയിൽ അവതരിക്കുകയും നമ്മുടെ ദുഃഖങ്ങളുടെയും അന്ധകാരത്തിൻ്റെയും സംഘർഷങ്ങളുടെയും കാരണമായ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിച്ചത്. ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിഞ്ഞത്. പക്ഷേ നാം പലപ്പോഴും ഈ സത്യം തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ നമ്മളത് വിസ്മരിക്കുന്നു. ആത്മാവ് നൽകുന്ന അനിശ്ചലമായ ആനന്ദം വിലമതിക്കാൻ കഴിയാത്തതാണ്. എന്നാൽ ബലഹീനമായ നമ്മുടെ മനസ്സ് ലോകസുഖങ്ങളുടെ പിറകെ പോവുകയും ലോകത്തിൻ്റെ പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ട് ഈ ആനന്ദത്തിൻ്റെ അനുഭവം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ലോകത്തിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികൾ നമ്മുടെ ആത്മാവിനെ ജീർണിപ്പിക്കുകയും ദൈവസ്നേഹം സ്വീകരിക്കാൻ സാധിക്കാത്ത രീതിയിൽ ആത്മീയ അന്ധതയിലേക്ക് നമ്മളെ തള്ളിയിടുകയും ചെയ്യുന്നു. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും കർത്താവായ യേശുവിനോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുകയും അവിടുത്തെ കേൾക്കാൻ ആഗ്രഹിക്കുകയും അവിടുത്തെ സാന്നിധ്യം ആഗ്രഹിക്കുകയും അതിനുവേണ്ട ആത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ദാഹിക്കുകയുമാണ്. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരികയും ജീവിതത്തിലെ ദുഃഖങ്ങളെയും തകർച്ചകളെയും ആനന്ദമാക്കി മാറ്റുകയും ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണുന്നത് അതാണ്. രക്ഷകനായ യേശുവിനെ പ്രതീക്ഷിച്ചിരുന്ന തൻ്റെ മാതാപിതാക്കളോടൊപ്പം തീവ്രമായ ആഗ്രഹത്താൽ ദേവാലയ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ജീവിച്ച പരിശുദ്ധ മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങിയപ്പോൾ മറിയത്തിൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതം രക്ഷകൻ്റെ അമ്മയായി തീരാനുള്ള അവസരം ലഭിച്ചു എന്നുള്ളതാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം അവൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആനന്ദിച്ചു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. മറിയത്തിൻ്റെ ശാസ്ത്രഗീതം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. രക്ഷകൻ്റെ അമ്മയായതിനെ തുടർന്ന് തൻ്റെ ജീവിതത്തിലുണ്ടായ സഹനങ്ങളെ ഒരു പരാതിയും കൂടാതെ സ്വീകരിക്കുവാനും അവയെ അതിജീവിക്കുവാനും ഈ ആനന്ദം അവളെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ വചനം ഇങ്ങനെ പറയുന്നത്: ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ജീവിതത്തിൽ നടക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത തകർച്ചകളെയും സംഭവങ്ങളെയും ആകുലതകളെക്കുറിച്ച് നിരാശപ്പെടാതെ അവയെല്ലാം ദൈവേഷ്ടത്തിനായി സമർപ്പിച്ചുകൊണ്ട് ആത്മീയ ആനന്ദത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഇത് വലിയൊരു സത്യമാണ്. പക്ഷേ ഈ സത്യം മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴാണ്, നമ്മുടെ കഴിവുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ പരിഭ്രാന്തരാകുകയും പരാജയപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് യേശുവിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയവാതിലുകൾ യേശുവിനായി തുറന്നു വെച്ചുകൊണ്ട് ദേവാശ്രയബോധത്തോടെ നമുക്ക് ജീവിക്കാം. അപ്പോൾ യേശു ആഗ്രഹിക്കുന്നത് പോലെ ആത്മീയ ആനന്ദത്തോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾ അനുഭവിച്ചറിയുന്ന ആത്മീയ ആനന്ദം നഷ്ടപ്പെടുത്തുവാൻ ഇടയാക്കരുത്. ഇന്നത്തെ ലോകത്തിൻ്റെ സുഖങ്ങളിൽ അടിപ്പെട്ടുകൊണ്ട് അങ്ങ് നൽകുന്ന ശാശ്വതമായ ആനന്ദം പലപ്പോഴും ഞങ്ങൾ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഈശോയെ, അങ്ങയുടെ തിരക്കത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശദീകരിച്ചുകൊണ്ട് അങ്ങയുടെ ആത്മാവ് നൽകുന്ന ആനന്ദം ജീവിതത്തിൽ നിലനിർത്തുവാൻ
വേണ്ട കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.